നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് നൽകുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യാവസാനം അങ്ങയുടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 21 ഗീതം, ലിറിക്സ് 21. മഹേശ്വരനെ ഞാൻ ചിന്തിപ്പതേ ഉള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതേ ഉള്ളതിനാനന്ദമേ. ഈശോനുടെ തിരു സന്നിധി ചേർന്നിനി വിശ്രമം ചെയ്തു തന്റെ തിരുമുഖം കാൺമതത്യാനന്ദമേ, തിരുമുഖം കാൺമതത്യാനന്ദമേ. മാനസന്യാമൾക്കും മനുഷ്യജാതിക്കും ഊനമില്ലാതെ നിന്നെ വർണ്ണിക്കുവാൻ സാധ്യമാകയില്ല, വർണ്ണിക്കുവാൻ സാധ്യമാകയില്ല. മനുഷ്യപ്രേക്ഷക നിന്നുടെ നാമം പോൽ വാണിലും ഭൂമിയിലും ഇല്ലയൊരു നാമം നിനപ്പതിനു, ഇല്ലയൊരു നാമം നിനപ്പതിനു. ഉള്ളംനുറുങ്ങിയോ ഉള്ള പ്രത്യാശയും നല്ല പ്രസാദവും നീ സർവേശ്വര സൗമ്യതയുള്ളവർക്കേ, സർവേശ്വര സൗമ്യതയുള്ളവർക്കേ. എത്ര ദയാപരൻ വീഴുന്നവർക്കേശു, എത്ര നല്ല ഗുണവാൻ തേടിയിടുന്നു മർത്യഗണങ്ങൾക്കും താൻ, തേടിയിടുന്ന മർത്യഗണങ്ങൾക്കും താൻ. കണ്ടിടും മാനവർ എന്തോരം നീ ഉണ്ടോ നാവും പേനയും വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ, വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ.
യേശുവിൻ സ്നേഹമാ എന്തെന്നു ചൊല്ലുവാൻ ആസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കുമാ സാധ്യമറിഞ്ഞിടുവാൻ മറ്റാർക്കുമാ സാധ്യമറിഞ്ഞിടുവാൻ യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതേ ഉള്ളത്തിനാനന്ദമേ ചിന്തിപ്പതേ ഉള്ളത്തിനാനന്ദമേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ആകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധ, നീ മാത്രം കർത്താവ്. മശിഹായേ നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആരാധനാകുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വത്തിനു തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നതയ്ക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ. നിറഞ്ഞയുടെ ഭക്തപ്രകാരം ഞങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാവം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാവം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാവം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമീൻ. കരുണയുള്ള കർത്താവേ, നിൻ്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ആമീൻ. യുവജന ഞായറാഴ്ചയ്ക്കുള്ള പ്രത്യേകമായ അപേക്ഷ. മഹാനുള്ള ദൈവമേ, നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച് ഞങ്ങളിൽ വലിയൊരാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം മറ്റുള്ളവർക്ക് ശുശ്രൂഷക്കാരനാകണമെന്ന് പഠിപ്പിച്ച നിൻ്റെ കരുതലിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ഞങ്ങളിൽ നൽകി നീതിക്കായി കഷ്ടത ഏൽക്കുവാനും പരസ്പര സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ആമീൻ. ഒന്നാം പാഠം, പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. First lesson for today is taken from the book of Genesis, chapter 41, verses 37 to 43. Genesis chapter 41, verses 37 to 43. The king and his official approved this plan, and he said to them, "We will never find a better man than Joseph, a man who has God's spirit in him." The king said to Joseph, "God has shown you all this, so it is obvious that you have a greater wisdom and an insight than anyone else. You will put you in charge of my country, and all my people will obey your orders. Your authority will be second only to me. I now appoint you as governor over all Egypt." The king removed from his finger the ring engraved with the royal seal and put it on Joseph's finger.
He put a fine linen robe on him and placed a gold chain round his neck. He gave him the second royal chariot to ride in, and his guard of honor went ahead of him and cried out, "Make way, make way." And so Joseph was appointed governor over all Egypt. Here is the first verse. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 111 സങ്കീർത്തനം, Psalms 111. Today's Psalms is taken from Psalms 111. Psalms 111. Praise the Lord. With all my heart, I will thank the Lord in the assembly of his people. How wonderful are the things the Lord does. All who are delighted with them want to understand them. All he does is full of honor and majesty. His righteousness is eternal. The Lord does not let us forget his wonderful actions. He is kind and merciful. He provides food for those who honor him. He never forgets his covenant. He has shown his power to his people by giving them the land of foreigners. In all he does, he is faithful and just. All his commands are dependable. They last for all time. They were given in truth and righteousness. He set his people free and made an eternal covenant with them. Holy and mighty is he. The way to become wise is to honor the Lord. He gives sound judgment to all who obey his commands. He is to be praised forever. Praise be to God. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Praise the Lord. Second lesson for this Sunday is taken from Philippians chapter 3 verses 1 to 16. Philippians chapter 3 verses 1 to 16. Finally, my brethren, rejoice in the Lord. To write the same things to you, to me indeed is not grievous, but for you it is safe. Beware of dogs, beware of evil workers, beware of the concision. For we are the circumcision which worship God in the Spirit, and rejoice in Christ Jesus, and have no confidence in the flesh. Though I might also have confidence in the flesh, if any other man think that he had whereof he might trust in the flesh, I more. Circumcised the 8th day, of the stock of Israel, of the tribe of Benjamin, and Hebrew of the Hebrews, as touching the law a Pharisee, concerning zeal, persecuting the church, touching the righteousness which is in the law blameless. But what things were gained to me, those I counted loss for Christ. Yea, doubtless, and I count all things but loss, for the excellency of the knowledge of Christ Jesus my Lord, for whom I have suffered the loss of all things, and to count them but dung, that I may win Christ, and be found in him, not having mine own righteousness, which is of the law, but that which is through the faith of Christ, the righteousness which is by God, that I may know him, and the power of his resurrection, and the fellowship of his suffering, being made conformable unto his death. If by any means I may attain unto the resurrection of the dead, not as though I had already attained, either were already perfect, but I follow after, if that I may apprehend that for which also I am apprehended for Christ Jesus. Brethren, I could not find myself to have apprehended, but this one thing I do, forgetting those things which are behind, and reaching forth unto those things which are before. I press towards the mark for the prize of the high calling of God in Christ Jesus. Let us therefore, as many as be perfect, be thus minded. And if anything ye be otherwise minded, God shall reveal even this unto you. Nevertheless, whereto we have already attained, let us walk by the same rule. Let us mind the same things. Here and the second lesson. Thanks be to God. 3 വിശുദ്ധ യുവക്കന്മാരുടെ പാട്ട് പ്രതിവാക്യവുമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 48, വെൻഡിക്കേറ്റ്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന്മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നി ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞു ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ.
ഉച്ചമഞ്ഞും ശീതമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും ഹേവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മേളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. മൃഗങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിരാന്തികളും തുളസങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകല പറകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളിലും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആത്മാക്കളും ദേവന്മേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവസ്ഥയായ വിശാലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വാഴ്ത്താം. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും ഇതേ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 16 to 22. അനന്തരൻ ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോകുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻ സോനു ധാനി തോമസ് അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ എഴുമറ്റൂർ സെൻ്റ് ആൻഡ്രൂസ് CSI സഭയുടെ ഇടവുകാരിയായി സേവനം ചെയ്യുന്നു. വളരെ സ്നേഹത്തോട് അച്ഛനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കീർത്തനം 235, ഹിൻ നമ്പർ 235. Yeshua's London, Hallelujah. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി. എനിക്കു പാട്ടും പ്രശംസയോ ദൈവകുഞ്ഞാടും തൻ കുരിശോ, എനിക്കു പാട്ടും പ്രശംസയോ
കുഞ്ഞാടു തൻ കുരിശു എനിക്ക് പാട്ടും പ്രശംസയോ ദൈവ കുഞ്ഞാടു തൻ കുരിശു യേശുവൻ സ്വന്തം ഹല്ലേലൂയ തുറന്ന സ്വർഗ്ഗം കാണുന്നിതാ പാപം തന്നീക്കി രക്തത്തിനായി ദൈവകുഞ്ഞാക്കി ആത്മാവിനായി എനിക്ക് പാട്ടും പ്രശംസയോ ദൈവകുഞ്ഞാടു തൻ കുരിശു എനിക്ക് പാട്ടും പ്രശംസയോ ദൈവകുഞ്ഞാടു തൻ കുരിശു Hallelujah. Ismehabena nilkum sada Maranatolam Snehichutam Nityadayolam Snehikunam Enikyo patum prashamsayom Deva kunyadu tan kurisho Enikyo patum prashamsayo Deva kunyadu tan kurisho Yeshua Swandam Hallelujah Ninde Sambodya Nande Shava Niyam Kartavu Svedanu Jivakadavu Sagalavu Enikyo patum prashamsayo Deivakunyadu tan kurishu Enikyo patum prashamsayo Deivakunyadu tan kurishu പ്രാർത്ഥിക്കാം. യവന രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളെ പൊന്നു കർത്താവേ, പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കൂടി വരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഇടയാക്കിയതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളണമേ. നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഈ വർഷത്തെ യുവജന ഞായറിൽ നിങ്ങളോട് ചേർന്ന് തിരുവചനം ധ്യാനിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം സന്തോഷത്തിനെ ഏറെ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. ആദ്യം തന്നെ എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ കൂടിവരവിൽ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വിഷയം സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത് ഇൻ ദ കണ്ടംപററി വേൾഡ്, ആധുനിക ലോകത്തിലെ യുവജനങ്ങളുടെ ആത്മീയത എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ ഒരു വാർത്ത കാണുവാൻ ഇടയായി. ഒരുപക്ഷെ നിങ്ങളും കേട്ടു കാണും ആ വാർത്ത. ജപ്പാനിൽ സീരിയൽ കില്ലിംഗ് നടത്തിയ തക്കായിറോ ഷിറേഷിയുടെ വാർത്തയായിരുന്നു അത്. അധികം പ്രായമില്ലാത്ത ഇയാൾ 9 ആളുകളെ കൊലപ്പെടുത്തി. ജപ്പാൻ മാധ്യമങ്ങൾ ഇയാൾക്ക് ഒരു പേര് നൽകി, ട്വിറ്റർ കില്ലർ. ഇയാൾ ട്വിറ്ററിലൂടെ പരിചയപ്പെട്ട 9 പേരെയാണ് കൊലപ്പെടുത്തിയത്. കോടതി വിചാരണയുടെ മധ്യത്തിൽ ഇയാൾ പറഞ്ഞു, ഞാൻ ആരെയും മനഃപൂർവ്വമായിട്ട് കൊന്നിട്ടില്ല. ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച 9 ആളുകളെ അവരുടെ അനുവാദത്തോടുകൂടി
കൊല്ലുക മാത്രമാണ് താൻ ചെയ്തത് എന്ന്. എനിക്ക് ഈ വാർത്ത വളരെ വിചിത്രമായിട്ട് തോന്നി. മരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നതായ 9 ആളുകളെ മരണത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതായ ഒരുവനായിട്ടാണ് ഈ മനുഷ്യനെ ഞാൻ കാണുന്നത്. ലോകം വളരെ വിചിത്രമാണ്. ലോകത്തിലെ മനുഷ്യരും വളരെ വിചിത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളെ മരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ ഒരു കാര്യമാണ്. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുവന് പ്രതീക്ഷ നൽകി അവനെ പുതുജീവിതത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അത് ദൈവികമാണ്. അതൊരു ദൈവിക പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു അതാണ് ഈ ലോകത്തിൽ ചെയ്തത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് അവൻ പ്രതീക്ഷയായിരുന്നു, ആശ്രയമില്ലാത്തവർക്ക് അവൻ ആശ്രയമായിരുന്നു. ഒടുവിൽ 33 തിരുവയസ്സിൽ തന്റെ യൗവന രക്തം നൽകി അവൻ മാനവരാശിയെ വീണ്ടെടുത്തു. ഇത് നാം ഒരിക്കലും മറന്നുപോകും. യേശു നമുക്ക് ദാരുമായി നൽകിയതായ ജീവിതത്തിൽ അവന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. ആധുനിക ലോകത്തിൽ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലുള്ളതായ നമ്മുടെ ആത്മീയ ജീവിതം അത് വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ്. ആ വെല്ലുവിളികളെ നാം അതിജീവിക്കുക തന്നെ വേണം. വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന 3 ചിന്തകൾ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, 2ാം പാഠഭാഗമായി നമുക്ക് ലഭിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ളതായ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും നമ്മെ പറിച്ചു മാറ്റുന്നതായ, നമ്മെ അകറ്റുന്നതായ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും നാം മാറി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോസ്തലൻ ഇവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിക്ക് പ്രധാനമായി വേണ്ടത് ഒരു ആത്മീയ ജീവിതമാണ്. ആ ആത്മീയ ജീവിതമില്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം പൂർണ്ണമാകുകയില്ല. വലിയ ത്യാഗത്തിലൂടെ മാത്രമേ ഒരുവന് ആ ആത്മീയ ജീവിതം ലഭിക്കുകയുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഏറ്റതായ ത്യാഗങ്ങളും വേദനകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലൻ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നതായ വലിയ ഒരു സത്യമുണ്ട്. ത്യാഗത്തിലൂടെ മാത്രമേ ആത്മീയതയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് 1ാമത്തെ ചിന്ത പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ത്യാഗത്തിലൂടെ വളരുന്ന ആത്മീയത എന്നുള്ളതാണ്. 1ാമത്തെ ചിന്ത ത്യാഗത്തിലൂടെ വളരുന്ന ആത്മീയത. സ്പിരിച്വാലിറ്റി ദാറ്റ് ഗോസ് ത്രൂ സാക്രിഫൈസ്. ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളെയും നാം വിട്ടുകൊഴിയുന്നുവെങ്കിൽ നല്ലൊരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ട്. ഭൗതികമായ സാഹചര്യങ്ങളിൽ നാം ത്യജിക്കുന്നുവെങ്കിൽ നല്ലൊരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ഇടയായിട്ടുണ്ട്. 2ാമത്, 1ാം പാഠഭാഗമായി നമുക്ക് ലഭിച്ച ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ളതായ ഭാഗത്ത് യോസഫിനെ പറ്റി പറയുന്നു. സ്വന്തം ഭവനത്തിലും സഹോദരന്മാരുടെ ഇടയിലും ജോലി മേഖലയിലും യോസഫ് ഒറ്റപ്പെടുകയുണ്ടായി. പാപം ചെയ്യുവാൻ മറ്റുള്ളവർ പ്രേരിപ്പിച്ചപ്പോൾ യോസഫ് പാപം ചെയ്യാതെ തന്നുള്ളതായ ദൈവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ദൈവത്തിൽ അവന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫറവോന്റെ കൊട്ടാരത്തിലും രാജ്യത്തിലും വലിയ ആനുകൂല്യങ്ങളും പദവികളും അവന് ലഭിച്ചു. പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തനായി നിൽക്കുവാൻ യോസഫിന് സാധിച്ചു. അവൻ ദൈവത്തെ മറുത്തു പറഞ്ഞില്ല, അവൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ദൈവവും അവന്റെ ജീവിത യാത്രയിൽ അവനെ മറുത്തു പറഞ്ഞില്ല, അവനെ ഉപേക്ഷിച്ച് ഇല്ല. യൗവനകാലം വെട്ടിപ്പിടിക്കലിന്റെ കാലമാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വാഹനം, നല്ല വീട്, നല്ല പങ്കാളി, ഇവയൊക്കെ നേടുവാൻ എല്ലാ യുവാക്കളും നെട്ടോട്ടം ഓടുകയാണ്. ഇതിന്റെയൊക്കെ മധ്യത്തിൽ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ ധാർമ്മിക കുറവുകൾ ഉണ്ടാകും. ചിലപ്പോൾ ചതിവും കാപട്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എല്ലാവരുടെ മനസ്സിൽ 100% വിജയമാണ്. ഈ വിജയം കൈവരിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മദർ തെരേസ പറയുന്നത്
God has not called me to be successful. He called me to be faithful. വിജയം കൈവരിക്കുവാനല്ല ക്രിസ്തു എന്നെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്, മറിച്ച് വിശ്വസ്തയായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനുള്ളതായ വിശ്വസ്തത ഈ ലോകത്തിൽ കാട്ടുവാനാകുന്നു എന്നെ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിലുള്ള വലിയ വിശ്വസ്തത എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ആ വിശ്വസ്തത നമുക്ക് ഉണ്ട് എങ്കിൽ എല്ലാ വിജയവും വലിയവനായ ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത, സ്പിരിച്വാലിറ്റി ദാറ്റ് ഗ്രോസ് ത്രൂ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയിലൂടെ വളരുന്ന ആത്മീയത. വിശ്വസ്തരായി നാം ഇരിക്കുന്നുവെങ്കിൽ നല്ലൊരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഇടയാകും. മൂന്നാമത്, സുവിശേഷ ഭാഗമായി ലഭിച്ച മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ളതായ ഭാഗത്ത് യൗവനക്കാരനായ ഒരുവൻ നിത്യജീവൻ ലഭിക്കുന്നതിന് യേശുവിനെ സമീപിക്കുന്നതായിട്ട് കാണും. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ യേശു ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു മറുപടിയും പറയാതെ ആ യുവാവ് മടങ്ങിപ്പോയി. 22-ാം വാക്യം പറയുന്നു, ദുഃഖിച്ച് പോയി കളഞ്ഞു എന്ന്. തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരഞ്ഞെടുപ്പുകൾ കൃത്യമായില്ല എങ്കിൽ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകാം. മനുഷ്യന്റെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ ഒന്നിനെയും തിരഞ്ഞെടുക്കാത്തവരും ഈ ലോകത്തിലുണ്ട്. ഒരു കഥ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ വഴിതെറ്റി അലയുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്നതായ വെള്ളം തീർന്നു. എത്രയും പെട്ടെന്ന് ദാഹജലം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ മുമ്പോട്ട് നടന്നു. അദ്ദേഹം ഒരു ചെറിയ കുടിൽ കണ്ടു. ആ മനുഷ്യൻ ഓടിച്ചെന്ന് ആ കുടിലിനുള്ളിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അവിടെ ഒരു ഹാൻഡ് പൈപ്പ് മാത്രമാണ് അദ്ദേഹം കണ്ടത്. ആ മനുഷ്യൻ ഹാൻഡ് പൈപ്പ് പ്രവർത്തിപ്പിച്ചു, പക്ഷെ അതിൽ നിന്നും വെള്ളമൊന്നും വന്നില്ല. നിരാശനായി ആ കുടിൽ ആ മനുഷ്യൻ ഇരിക്കുമ്പോൾ ആ കുടിലിന്റെ ഒരു മൂലയിൽ ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് ആ കുപ്പി ഉയർത്തി വെള്ളം കുടിക്കുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ ആ കുപ്പിയുടെ അടിയിൽ ഒരു പേപ്പർ കഷ്ണം ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ആ പേപ്പർ കഷ്ണത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ഈ വെള്ളം ആ ഹാൻഡ് പൈപ്പിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വെള്ളം ആ ഹാൻഡ് പൈപ്പ് പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് എടുക്കാം എന്ന്. ഒരു നിമിഷം എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ പകച്ചു നിന്നു. ആ സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ കുപ്പിയിലെ വെള്ളം കൊണ്ട് വേണമെങ്കിൽ എനിക്ക് എന്റെ ദാഹം തീർക്കാം, അല്ല എങ്കിൽ ഒരു വലിയ പരീക്ഷണത്തിനായിട്ട് ഒരുങ്ങാം. ഈ കുപ്പിയിലെ വെള്ളം ആ ഹാൻഡ് പൈപ്പിൽ ഒഴിച്ച് അത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മനുഷ്യൻ ആ കുപ്പിയിലെ വെള്ളം ഹാൻഡ് പൈപ്പിൽ ഒഴിച്ചു, അത് പ്രവർത്തിപ്പിച്ചു. ആവശ്യമുള്ള വെള്ളം ആ മനുഷ്യൻ കുടിച്ചു. ആ ഹാൻഡ് പൈപ്പിൽ നിന്നും ഈ കുപ്പി നിറച്ച് വെള്ളം വീണ്ടും പിടിച്ച് ആ കുടിലിനുള്ളിൽ വെച്ചു. പിറകെ വരുന്നവർക്ക് അത് ഉപകാരമാകും എന്ന് ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ഈ കഥ ഞാൻ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടാകും. ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ആണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടി പ്രാർത്ഥിക്കുവാൻ, ആലോചന ചോദിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഏറെ നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിനോട് ആലോചന ചോദിച്ച് ഈ വ്യക്തി മുൻപോട്ട് പോയി എന്നുള്ളതാണ്. തറ കിട്ടിയില്ല, പോസ് ചെയ്തു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളും ഒരു തീരുമാനമെടുക്കുവാൻ നാം പകച്ചു നിൽക്കാറുണ്ട്. ആ പകച്ചു നിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരണം. കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ടാണ്
ഈ മനുഷ്യൻ ഇവിടെ മുൻപോട്ട് പോയത്. തീരുമാനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശരിയായ തിരഞ്ഞെടുപ്പിലൂടെ വളരുന്ന ആത്മീയത എന്നുള്ളതാണ്. ശരിയായ തിരഞ്ഞെടുപ്പിലൂടെ വളരുന്ന ആത്മീയത, സ്പിരിച്വാലിറ്റി ദാറ്റ് ഗ്രോസ് ത്രൂ ദ റൈറ്റ് ചോയ്സ്. ശരിയായ തീരുമാനങ്ങൾ നാം എടുക്കുന്നുവെങ്കിൽ നല്ലൊരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ യുവജന സുഹൃത്തുക്കളെ, പ്രിയ ദൈവജനമേ, കാലങ്ങൾ മാറും. മാറ്റത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടമാകരുത്. ക്രിസ്തുവിനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾ അതിജീവിക്കുന്ന നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന 3 ചിന്തകളാണ് നാം ഇന്ന് ധ്യാനിച്ചത്. 1, ത്യാഗത്തിലൂടെ വളരുന്ന ആത്മീയത. 2, വിശ്വസ്തതയിലൂടെ വളരുന്ന ആത്മീയത. 3, ശരിയായ തിരഞ്ഞെടുപ്പുകളിലൂടെ വളരുന്ന ആത്മീയത. നമ്മെ ജീവിപ്പിക്കുന്ന, നമുക്ക് പുതുജീവൻ നൽകുന്ന, ക്രിസ്തുവിൽ അധിഷ്ഠിതമായ നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഉത്തരർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാ കന്യാകുമാരിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചുയർത്തു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്സസ് മേരി മിനി ഐവാൻ, മിസ് റിനി മേരി അബ്രഹാം, മിസ്സസ് ഗ്രേസ് തങ്കം എഡ്വിൻ, മിസ്സസ് റീന ഗ്രേസ് ഷാജു, മിസ്സസ് കമലേഷ് ചാണ്ടി, മിസ്റ്റർ എബ്രഹാം മാത്യു. പ്രാർത്ഥിക്കാം. Ilayolam tunachone ineyum tunaka ihadukerechayomni hiyenitkagraham. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന അതിനെ അത്യധികമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹത്താൽ തന്നെ മാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിംഗ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് ഉമ്മൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിവാഹവർഷം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർക്ക് കർത്താവേ,
ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിൽ ആശ്രമിച്ച് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പ്രിയ മക്കളെ സർവ്വോരു നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാപികളും ദോഷികളുമായ നാം ഓരോരുത്തരും ഓരോ ദിവസവും എത്ര അതിശയകരമായി നടത്തപ്പെടുന്നു എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നമുക്ക് സുഖമായി ക്ഷേമമായി അവിടുത്തെ പാദപീഠത്തിലായിരിക്കാനും അവിടുത്തെ പാടി സ്തുതിപ്പാനും വചനം കേൾപ്പാനും മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ നീ ഒരുക്കി തരുന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഇവിടെ സുഖമായി ക്ഷേമമായി കൂടി വന്നപ്പോൾ എത്രയോ പേർ പലയിടങ്ങളിലായി നമുക്ക് ചുറ്റുമുള്ളവർ പലവിധമായ ഭാരങ്ങളിൽ പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുന്നു. അവരെയൊക്കെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. അനാഥരും വിധവമാരും സംരക്ഷണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. പ്രകൃതിയുടെ ക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. തീവ്രവാദതയുള്ള അക്രമങ്ങൾ മൂലം ഭീതിയിലായിരിക്കുന്നവരുണ്ട്. പലവിധമായ ദുസ്വഭാവങ്ങൾപ്പെട്ട് ജീവിതങ്ങൾ പാഴാക്കി കളയുന്നവരുണ്ട്. ഓരോരുത്തർക്കും ആവശ്യമാവുന്ന ദൈവമേ അതാത് സമയം വീണ്ടും പോലെ നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇപ്പോൾ COVID-19 എന്ന ഈ മഹാവ്യാധിയുടെ പിടിയിലകപ്പെട്ടിരിക്കുമ്പോൾ എത്രയോ ആളുകൾ പലവിധമായ കഷ്ടങ്ങൾ കൂടെയും പ്രയാസങ്ങൾ കൂടെയും കടന്നു പോകുന്നു. അസുഖത്തിന്റെ ഭാരത്താല് പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്താൻ സാധിക്കാതെ പോകുന്ന പ്രയാസത്താല് അങ്ങനെ പലവിധമായ ഭാരം കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു അന്തമുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. പ്രത്യേകിച്ച് കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നഴ്സുമാർക്കായിട്ട്, മറ്റെല്ലാ ചുമതലക്കാർക്കുമായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നീ മാനിക്കുകയും വാഴ്ത്തുകയും ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ സമയം നമുക്ക് പലവിധമായ ഭാരങ്ങൾ പ്രയാസങ്ങളിലൊക്കെയുമായിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവരെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിനായിട്ട് തക്കതായ തുണികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് അടുത്ത് ഇടയിൽ പ്രവേശിച്ചവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിന്റെ തകർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ അർത്ഥവും പരിഗണനയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഇടതരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗർഭാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന തെലങ്കാന സംസ്ഥാനത്തെയും മാതൃ സംസ്ഥാനമായ കേരള സംസ്ഥാനത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയെല്ലാം ഭരണാധികാരികൾക്ക് ദൈവമേ ശരിയായ രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നതിന് ആവശ്യമായ ദൈവിക ജ്ഞാനത്തെ നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സഭകളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഹിതകരമാവണ്ണം ക്രമീകരിപ്പാൻ ഇടയാക്കുന്നതിന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. പ്രത്യേക നാം ആയിരിക്കുന്ന CSI ഹൈദരാബാദ് മലയാളം സഭയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം.
നമ്മോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന സന്തോഷത്തിനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. നിന്റെ മകനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൂടുതലായി എടുത്തുപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരു പള്ളിക്ക് വേണ്ടിയൊക്കെയും ആഗ്രഹിക്കുന്നു. അതൊക്കെയും എത്രയും പെട്ടെന്ന് ശരിയാകുവാനും അതിൻ്റെ പണികളൊക്കെയും ദൈവമേ ആരംഭിക്കുന്നതിനും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കുന്നതിന് ഇടയാക്കണമെന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ സംഘടനകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേക കഴിഞ്ഞ ദിവസം നടന്ന റിട്രീറ്റ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നതിന് ഇടയാക്കിയ കൃപയോർത്ത് നമുക്ക് സ്തുതിക്കാം. സൺഡേ സ്കൂളിനെയും യുവജന സഖ്യത്തെയും ഓർത്ത് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. യുവജനങ്ങളും ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട് ദൈവത്തിൻ്റെ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നതിന് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നമുക്ക് തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നാം ഓരോരുത്തരും പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതൊക്കെ നമുക്ക് ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലിത്താനി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയ്ക്ക് പിന്നാലെയും കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതും ഇല്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താമരുള വാഗ്ദത്തം പോൽ ദയവായി വാഗ്ദത്തം പോൽ ദയവായി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലത് മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിൽ അങ്ങ് ആരാധിപ്പാൻ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ CSI സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും അവരുടേതായ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ മധ്യകളുടെ മഹായുടെ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേഡക് ഡൈസ് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ AC സോളംരാജ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൈദരാബാദ് CSI സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങൾ, നിൻ്റെ മക്കളുടെ സേവനങ്ങളെ, ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശേഷ എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദൂതസ്ഥനോട് ചേർന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും അവിടുത്തെ പ്രിയ മക്കളെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. യൂത്ത് മൂവ്മെൻറ്റിനെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. വിശേഷ കർത്താവെ, ഇന്ന് യുവജന ഞായറാഴ്ചയായിട്ട് അവിടെ സന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ യുവജനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ അത്യധികമായി ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളിൽ കർത്താവെ, ഞങ്ങൾ ദേവാലയത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാരീരിക ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സൂസൻ ജേക്കബ് ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിലേക്ക് നോക്കി പ്രകാശിതരായി അവർ മുഖമോ ലജ്ജുപോയില്ല. ലജ്ജിക്കാത്ത സാക്ഷിയായി നിലകൊള്ളുവാൻ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളിൽ ഞങ്ങൾക്ക് വസിപ്പാൻ, പാർപ്പിടവും ധരിപ്പാൻ, വസ്ത്രം കഴിപ്പാൻ, ആഹാരം ഉൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിലെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്നു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്ഥിരീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വേണമേ. നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിൽ കാണണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവിഷ്ടങ്ങളോട് ഇരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസംസർഗവും നാം എല്ലാവരോടും
ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.